അവർക്ക് വീട് വയ്ക്കാൻ, കാറ് വാങ്ങാം, ഡ്രസ്സ് വാങ്ങാം, ലോറി വാങ്ങാം, എല്ലാം വാങ്ങിക്കാം. പക്ഷെ പാവപ്പെട്ട ജനങ്ങളാണ് പറ്റിക്കപ്പെടുന്നത്. അപ്പം നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വിചാരിക്കും ഇവർക്കൊക്കെ 10,000 രൂപ കൊടുത്തിട്ടായിരിക്കും ഇത്രയും വലിയ പ്രൊമോഷനൊക്കെ അവർ ചെയ്യുന്നതെന്ന്. പക്ഷെ അല്ല, ലക്ഷങ്ങളാണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത്. അപ്പോൾ സോഷ്യലി ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ്. പക്ഷേ നമ്മുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. 12 വീഡിയോ ചെയ്യാനായിട്ട് 12 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. ഹായ് ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഞാൻ നിങ്ങളുടെ സ്വന്തം വാഴക്കുട്ടി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറയാൻ പോകുന്ന ഒരു വലിയൊരു ഇഷ്യൂവിനെ പറ്റിയാണ്. നമ്മൾ ഇന്ന് മേക്കപ്പും ബ്യൂട്ടി റിലേറ്റഡ് ആയുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നത്. നമുക്ക് സോഷ്യലി നമ്മളിപ്പോൾ നേരിടുന്ന ഒരു വലിയ പ്രശ്നത്തിനെ പറ്റി പറയാനാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഈ വീഡിയോ എന്തായാലും സ്കിപ്പ് ചെയ്ത് കാണാം. ഓക്കെ, ഞാനും ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലൊക്കെ വീഡിയോ ഒക്കെ ചെറുതായിട്ടൊക്കെ ചെയ്തു വരുന്ന ഒരാളാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു മീഡിയ നമ്മൾ നിൽക്കുമ്പോൾ നമ്മുടെ ഇൻകം സോഴ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ ഒരുപാട് ആപ്പുകളും നമ്മൾ ഒരുപാട് സ്ഥലങ്ങളും ഒരുപാട് കടകളും ഒരുപാട് സാധനങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്ത് കുറച്ച് പൈസ കിട്ടി അതൊക്കെ വെച്ചാണ് നമ്മൾ മെയിനായിട്ട് നമ്മുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അല്ലാതെ നമുക്കിപ്പോൾ യൂട്യൂബ് വഴി കിട്ടുന്ന ഇൻകമൊക്കെ വളരെ കുറവായിരിക്കും. പക്ഷെ നമുക്കിങ്ങനെ ബ്രാൻഡിൻ്റെ പ്രൊമോഷനും കൊളാബ്സ് കിട്ടുമ്പോൾ ആക്ച്വലി നല്ലൊരു എമൗണ്ട് നമുക്ക് കിട്ടും. നമ്മളങ്ങനെ ചെയ്യുമ്പോൾ ഇഷ്യൂ എന്തെന്ന് വെച്ചാൽ നല്ലതും ചീത്തയും തിരിച്ചറിയാതെ നമ്മൾ ചെയ്യുമ്പോൾ അത് നമ്മളെ മാത്രമല്ല സോഷ്യലി കുറേ ആൾക്കാരെ അത് ബാധിക്കും. അപ്പം അങ്ങനെ നമ്മുടെ ഏണിങ്സ് ഒക്കെ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഇടയ്ക്ക് വെച്ചൊരു ബെറ്റിംഗ് ആപ്പും ഗെയിമിംഗ് ആപ്പും അങ്ങനത്തെ കുറേ ഐറ്റംസ് ഭയങ്കര ട്രെൻഡായി. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കുറച്ച് മണി ഇൻവെസ്റ്റ് ചെയ്യും, നമുക്ക് കുറച്ച് പൈസ തിരിച്ചു കിട്ടും. പിന്നെ നമ്മൾ വീണ്ടും എക്സ്ട്രാ ഇനി കൂടുതൽ കിട്ടുമല്ലോ എന്ന് വെച്ച് കുറേ പൈസയും കൂടെ ആഡ് ചെയ്യും. അപ്പം നമുക്ക് കുറേ പൈസ തിരിച്ചു കിട്ടും. കടം വാങ്ങിച്ചും അടിയുണ്ടാക്കിയൊക്കെ കൊടുത്ത പൈസ എല്ലാം കൂടെ എടുത്ത് നമ്മൾ ആപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യും. അവർ നമുക്ക് ആപ്പ് തരും, അവരെ ഈ പൈസയും കൊണ്ട് മുങ്ങും. ഇതര സംസ്ഥാനങ്ങളിലൊക്കെ ഇത് വലിയ ഇഷ്യൂ ആയിട്ടുണ്ട്. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു അക്കൗണ്ടൊക്കെ പോയി തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഇൻഫ്ലുവൻസേഴ്സിനെ സംബന്ധിച്ച് ഒരു പറ്റ ഇൻഫ്ലുവൻസേഴ്സ് പൈസയ്ക്ക് വേണ്ടി മാത്രമാണ് ഈ സോഷ്യൽ മീഡിയയും കാര്യങ്ങളും എല്ലാം യൂസ് ചെയ്യുന്നത്. അവർക്കിപ്പോൾ ആരൊക്കെ മരിച്ചാലും ആരുടെയൊക്കെ പൈസ പോയാലും ഒരു പ്രശ്നവുമില്ല. പക്ഷേ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ ഒരു ഫേക്കായിട്ടുള്ള സാധനം പ്രൊമോട്ട് ചെയ്യുമ്പോൾ അത് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അത് വലിയ ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട്. സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കാൻ മറക്കരുത്. ഇനി നമുക്ക് അവരുടെ ഇൻകം സോഴ്സിനെ പറ്റി കാണാം. ഇപ്പം ഡെയിലി ഇപ്പം ഇൻഫ്ലുവൻസേഴ്സ് എന്ന് ഒരു 10,000 താഴെ ഫോളോവേഴ്സ് ഉള്ളവർക്ക് വരെ ഡെയിലി രാജ ഗെയിമിങ്ങിൻ്റെയും അങ്ങനത്തെ ഒരുപാട് ഗെയിമിങ്സിന് മെസ്സേജ് വരുന്നുണ്ട്, പ്രൊമോട്ട് ചെയ്യൂ, പൈസ തരാം. അപ്പം എൻ്റെ പാർട്ട്ണർ എന്ന് പറയുമ്പം അൺനോൺ വാർഡ്, കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. പുള്ളിക്കാരന് വന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ ഒരു 12 വീഡിയോ ചെയ്യാനായിട്ട് 12 ലക്ഷം രൂപ തരാമെന്ന് പറഞ്ഞു. 12 ലക്ഷം. അപ്പം നമുക്ക് 12 ലക്ഷം രൂപ തരുന്നെങ്കിൽ അവരുടെ ലാഭം എത്ര ആയിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതുള്ളൂ. അപ്പം വലിയൊരു കളി ഇതിൻ്റെ ഉള്ളിൽ നടക്കുന്നുണ്ട്. ഒരുപാട് പേര് ഇതിനെ എതിർത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പം നമ്മൾ ഈ ഇടയ്ക്കൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് അത്യാവശ്യം ഒരു 20 lakhs വീഡിയോ റീച്ച് കയറിയായിരുന്നു. അപ്പോൾ ഒരുപാട് നല്ല കമൻസും കിട്ടി, കുറേ പൊട്ട കമൻസും കിട്ടി. നമ്മൾ ആ വീഡിയോ ഇടാൻ കാരണം അത് ഇൻസ്റ്റഗ്രാമിലാണ് ഉള്ളത്. ഇൻസ്റ്റഗ്രാം ഉള്ളവർ എന്തായാലും വാഴക്കുട്ടി അൺനോൺ വാഴ എന്നാണ് ചാനലിൻ്റെ പേര്, അതിൽ പോയിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു. നമ്മളെപ്പോലുള്ള സാധാരണക്കാർ വിചാരിക്കും ഇവർക്കൊക്കെ 10,000 രൂപ കൊടുത്തിട്ടായിരിക്കും ഇത്രയും വലിയ പ്രൊമോഷനൊക്കെ അവർ ചെയ്യുന്നതെന്ന്. പക്ഷെ അല്ല, ലക്ഷങ്ങളാണ് അവരുടെ ഇൻകം എന്ന് പറയുന്നത്. നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഫോണൊക്കെ യൂസ് ചെയ്യുന്നത്, ഇപ്പോൾ അമ്മമാരായാലും കുട്ടികളായാലും ഒരുപാട് പേര് സോഷ്യൽ മീഡിയയൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല എന്താണ് ഇങ്ങനെ പൈസ കിട്ടും എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നമ്മളും ജോയിൻ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് പൈസ വെച്ച് നമ്മൾ ജോയിൻ ചെയ്ത് നമ്മുടെ കയ്യിലുള്ള പൈസ നമ്മുടെ വീടിൻ്റെ ആധാരം വരെ പണയം വെക്കേണ്ട അവസ്ഥ വരും. അപ്പോൾ അങ്ങനെ ആരും പോയി പെടാതിരിക്കുക. ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് അതുകൊണ്ട് ഒരുപാട് ലാഭമുണ്ട്. അവർക്ക് വീട് വയ്ക്കാൻ, കാറ് വാങ്ങാം, ഡ്രസ്സ് വാങ്ങാം, ലോറി വാങ്ങാം, എല്ലാം വാങ്ങിക്കാം. പക്ഷേ പാവപ്പെട്ട ജനങ്ങളാണ് പറ്റിക്കപ്പെടുന്നത്. അപ്പം നിങ്ങൾ ആരും ആ ട്രാപ്പിൽ പോയി പെടാതിരിക്കുക. പിന്നെ കുറേ ഇൻഫ്ലുവൻസേഴ്സ് ഇങ്ങനെ പറ്റിപ്പാണെന്ന് അറിഞ്ഞിട്ട് അത് സ്റ്റോപ്പാക്കിയവരുണ്ട്. നമ്മളായാലും അറിയാതെ ചില ആപ്പുകളൊക്കെ ആദ്യമൊക്കെ പ്രൊമോട്ട് ചെയ്തെങ്കിലും പിന്നെ അത് ഫേക്കാണെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്തതാണ്. പക്ഷേ ഇപ്പോഴും കുറേ പേര് ഫേക്കാണെന്ന് അറിഞ്ഞിട്ട് കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ട് അവർ ഈ വീഡിയോ വീണ്ടും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് അതുകൊണ്ട് നല്ല ലാഭമുണ്ട്, ലക്ഷങ്ങൾ ഇങ്ങനെ അക്കൗണ്ടിൽ വന്നുകൊണ്ടിരിക്കും. പക്ഷേ പണി കിട്ടുന്നത് സാധാരണക്കാരായ ജനങ്ങൾക്കാണ്. അവരെ പറ്റി ആരും ചിന്തിക്കുന്നത് പോലുമില്ല. ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സോഷ്യലി ഒരു ഇൻഫ്ലുവൻസ് കൊടുക്കുന്ന ആൾക്കാരാണ് ഇൻഫ്ലുവൻസേഴ്സ്. പക്ഷേ നമ്മുടെ ജീവിതം തകർക്കാൻ നോക്കുന്ന ഇൻഫ്ലുവൻസേഴ്സ് നമ്മുടെ സമൂഹത്തിലുണ്ട്. ഞാനിപ്പോൾ രാജ ഗെയിമിനെ കളിയാക്കി റോജ ഗെയിമിംഗ് എന്ന് പറഞ്ഞ് ഫേക്ക് ഒരു പേര് ഇട്ടിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അടിയിൽ വരെ എനിക്ക് കമൻറ്റ് ചേച്ചി റോജ ഗെയിമിൻ്റെ ലിങ്ക് വരുമെന്ന് ചോദിച്ചു. അപ്പം പറ്റിക്കപ്പെടാൻ വേണ്ടി നിൽക്കുന്ന ഒരു സമൂഹം നമുക്കുണ്ട്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഈ കാര്യങ്ങൾ കേട്ട് ഇതൊക്കെ സത്യമാണോ എന്ന് വരെ തോന്നിപ്പോകുന്നുണ്ട്. അപ്പം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലത്തെ ചതിക്കുഴികളിൽ നിന്ന് പോയി വീഴാതിരിക്കുക. അപ്പോൾ പേഴ്സണലി ഇതുപോലെ ഒരുപാട് ആപ്പ് പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരെ നമുക്കറിയാം. ഫേമസ് ആയിട്ട് നിൽക്കുന്ന ഒരുപാട് സെലിബ്രിറ്റീസ് അല്ലാത്തവർക്ക് വന്ന് മെസ്സേജ് അയച്ചിട്ട് നിങ്ങളിത് പ്രൊമോട്ട് ചെയ്യും, നിങ്ങൾക്ക് ആഴ്ചയിൽ ഇത്ര വെച്ച് പൈസ
തരാം. ഈ വീഡിയോ അവർ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും ആരെയാണ് ഉദ്ദേശിക്കുന്നതെന്ന്. അപ്പം നമ്മൾ ചിന്തിക്കാത്ത കുറേ ആൾക്കാർ ഇതിൻ്റെ പിറകെ പ്രവർത്തിക്കുന്നുണ്ട്. ഇത് വലിയൊരു മാഫിയ പോലത്തെ ഒരു സംഭവമാണ്. ടെലിഗ്രാം ഗ്രൂപ്പും വാട്സപ്പ് ഗ്രൂപ്പും ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇഷ്ടം പോലെ പൈസ ഇൻഫ്ലുവൻസേഴ്സിന് കിട്ടുന്നുണ്ട്. നിങ്ങൾ ഈ ഇടയ്ക്കിടയ്ക്ക് വീഡിയോസ് കാണുന്നില്ലേ, ബസ് വാങ്ങിക്കുന്നത്, കാറ് വാങ്ങിക്കുന്നത്, ലോറി വാങ്ങിക്കുന്നത്, വീട് വാങ്ങിക്കുന്നതൊക്കെ. അപ്പം എവിടെ നിന്നാണ് അവർക്ക് ഇത്രയും പൈസ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഇരട്ടി പൈസ ഈ ഒരു ബെറ്റിംഗ് ആപ്പും ഈ സ്കാം ആപ്പ് പ്രൊമോട്ട് ചെയ്യുമ്പം ഇൻഫ്ലുവൻസേഴ്സിന് കൊടുക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളവർ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെയുള്ളവർക്ക് അവർക്ക് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം അവർ വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കമൻറ്റ് ബോക്സ് ഓഫ് ആയിരിക്കും. ചെന്ന് കെണി ചാടാനുള്ളത് ചാടി കഴിഞ്ഞാൽ ഏറ്റവും അവസാനം പരാതി കിട്ടുന്നത് പാവങ്ങൾക്കാണ്. ഇപ്പം നമ്മൾ പറഞ്ഞ സംഭവിച്ചാൽ ഒരു പട്ടി വിശന്ന് വഴി കൂടെ നടക്കും. അപ്പോൾ ഒരാൾ വിഷം കുഴച്ചൊരു ചോറ് പാത്രം കൊണ്ട് വെച്ചു. അയാൾ എന്തിനാണ് വിഷം കഴിച്ച് ചോറ് പാത്രം വെക്കുന്നത്? അയാൾക്കറിയാം പട്ടി ഇതിൽ നിന്ന് ചാവുമെന്ന്. പക്ഷെ പട്ടി വിശപ്പ് പറഞ്ഞാൽ ആ ചോറ് വന്നെടുത്ത് കഴിച്ച് പട്ടി ചത്തുപോയെങ്കിൽ അവസാനം കുറ്റം കേൾക്കുന്ന ആർക്ക്? പട്ടിക്കാണ്. പട്ടി എന്തിനാണ് വിശന്നപ്പോൾ തിന്നാൻ പോയത്? ഞാൻ ഈ പറഞ്ഞ മനസ്സിലായ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും ഈ സാധനം ക്ലിക്കാവും. അപ്പം നിങ്ങൾ ആരും ചതിക്കുഴിയിൽ പോയി പെടാതിരിക്കുക. ഒരുപാട് പേർക്ക് ഇതുപോലത്തെ മണ്ടത്തരങ്ങൾ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫീൽഡിൽ നിൽക്കുന്ന കുറച്ച് പേർക്കെങ്കിലും അത് അറിയാം. ഞാൻ വലിയ ഇൻഫ്ലുവൻസറും യൂട്യൂബറും കാര്യങ്ങളൊന്നും അല്ല. പക്ഷേ എനിക്കിത് എൻ്റെ ഒരു സർക്കിളിലുള്ള ആൾക്കാർ പറഞ്ഞു കേട്ട സ്റ്റോറി വെച്ച് എനിക്ക് തന്നെ ഭയങ്കര ഒരുമാതിരി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇവരിതൊക്കെ ഇപ്പോഴും പ്രൊമോട്ട് ചെയ്യുന്നത് വിചാരിച്ചിട്ട്. നമുക്കിപ്പോൾ ഒരു തെറ്റ് പറ്റിയാൽ 1-2 തെറ്റ് പറ്റിയാൽ നമുക്കത് മാറ്റാൻ പറ്റും. പക്ഷേ തെറ്റിൻ്റെ ഒരു ഘോഷയാത്ര തന്നെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നാൽ അത് വലിയ പണിയാവില്ലേ ഭാവിയിൽ. അപ്പം അതാരും ചിന്തിക്കുന്നില്ല. അതുപോലത്തെ പ്രൊമോട്ടിൻ്റെ ആപ്പുകളിൽ റമ്മി പാഷൻ ആയാലും അതുപോലെ റമ്മിയുടെ ഒരുപാട് വീഡിയോസൊക്കെ നമ്മുടെയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ അതെന്നാണ് ഫേക്കാണെന്ന് അറിഞ്ഞു തുടങ്ങി അന്നോട്ട് അത് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് ആപ്സ് ഇങ്ങനെ നമ്മുടെ സോഷ്യൽ മീഡിയയിലുണ്ട്. അപ്പം നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, മാക്സിമം അതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ഗെയിമൊന്നും കളിക്കാതിരിക്കുക. വെറുതെ നമുക്ക് എവിടെ നിന്നും പൈസ ഒന്നും കിട്ടത്തില്ല. നമ്മളിപ്പോൾ യൂട്യൂബിൽ വീഡിയോ ഇടുകയാണെങ്കിൽ യൂട്യൂബ് നമുക്ക് ഇൻകം തരും. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഓരോ പ്രൊമോഷൻ ചെയ്യുകയാണെങ്കിൽ അത് മാന്യമായ രീതിക്ക് നമുക്ക് പൈസയൊക്കെ കിട്ടും. പക്ഷേ ഇതുപോലത്തെ സ്കാമൊക്കെ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് വലിയ എമൗണ്ട് വാങ്ങിക്കാൻ പറ്റും. അങ്ങനെ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല. നമുക്കിപ്പോൾ ആരോഗ്യവും ബുദ്ധിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏത് രീതി വേണം പൈസ ഉണ്ടാക്കാം. അപ്പം നല്ല രീതി വേണം ചീത്ത രീതി വേണമെന്ന് ഓരോരുത്തരെ സംബന്ധിച്ചിരിക്കും. നിങ്ങൾക്ക് ഇതുപോലത്തെ ഇൻഫ്ലുവൻസേഴ്സിന് ആരെങ്കിലുമൊക്കെ അറിയാമെങ്കിൽ അവരുടെ പേരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്ത് വെച്ചോ. കാരണം ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും എന്ത് ആപ്പ് ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിലും ഇത് കെയർഫുള്ളായിട്ട് എന്തായാലും മൈൻഡ് വെച്ചേക്കാം. ഒരുപാട് സ്കാം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ പൈസ ആൾക്കാർ ഉണ്ടാക്കുന്നുണ്ട്, മീൻസ് ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ടാക്കുന്നുണ്ട്. ഗെയിം കളിക്കുന്നവർക്ക് ആദ്യം 1000-2000 കിട്ടും. പക്ഷെ കിട്ടുന്നതിൻ്റെ ഇരട്ടിയായിട്ട് പോകുന്നുമുണ്ട്. അതൊക്കെ എല്ലാവരും ശ്രദ്ധിച്ചോളുക. ഡെയിലി വരുന്ന മെസ്സേജ് എന്ന് പറഞ്ഞാൽ 1000കണക്കിന് മെസ്സേജ് എന്നൊക്കെ പറയാം. എല്ലാ ദിവസവും മെസ്സേജ് വരും പ്രൊമോട്ട് ചെയ്യാൻ. അതൊക്കെ ഫേക്ക് അക്കൗണ്ടിൽ നിന്നായിരിക്കും വരുന്നത്. ഈ ഒരു ആപ്പ് പ്രൊമോട്ട് ചെയ്യുമോ, ഈ ലോട്ടറി ആപ്പ്, ലിങ്ക് എന്നൊക്കെ കുറേ പേരൊക്കെ ഉണ്ട്. അപ്പം ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാൻ പറഞ്ഞ് മെസ്സേജ് വരും. ആദ്യം അത് ഇഗ്നോർ ചെയ്ത് വിടുകയാണ് പതിവ്. പക്ഷേ ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പോഴും പൈസ മാത്രം മുന്നിൽ കണ്ടുകൊണ്ട് ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലത്തെ ഫേക്കായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിൻ്റെ പ്രൊമോഷനിലൊന്നും പോയി വീഴാതിരിക്കുക. ഇപ്പം എനിക്കൊരു കുറച്ച് ബ്യൂട്ടി പ്രൊഡക്ട്സ് ഒക്കെ ആൾക്കാർ അയച്ചു തരാറുണ്ട്. ഞാനത് പേഴ്സണലി യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ റിവ്യൂസൊക്കെ ഇടുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കണമെന്നില്ല. എല്ലാവരും പൈസയൊക്കെ മോഹിച്ചായിരിക്കും ഇടുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയാൽ തിരുത്താനുള്ള മനസ്സും എല്ലാവരും കാണിക്കുക. അത്രയും ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നു. അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. വളരെ ചെറിയൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്ക് പറയണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു കൂട്ടം ജനങ്ങളെ പറ്റിക്കുന്നു എന്ന് അറിഞ്ഞുകൊണ്ട് ഒരുപാട് പേര് ഇത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾ പറ്റിക്കപ്പെടാതിരിക്കുക എന്നുള്ളത് നിങ്ങളുടെ കടമയാണ്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ നിങ്ങളുടെ ഫാമിലിക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്തെടുക്കുക. ബൈ ബൈ.